എല്ലാവരും മരിച്ചെന്ന് വിധി എഴുതിയതാണ് അദ്ദേഹത്തെ. അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സൊക്കെ നമ്മൾ പല ഹോസ്പിറ്റലിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത സമയത്തും എല്ലാവരും പറഞ്ഞു ഒരിക്കലും അദ്ദേഹം അത് ജീവനിലേക്ക് തിരിച്ചു വരത്തില്ല, അഥവാ വന്നാൽ തന്നെ ഒരു കോമ സ്റ്റേജിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ജീവിക്കുന്ന ഒരു തെളിവായിട്ട്, അതായത് എൻ്റെ വിചാരനെ തിരിച്ചു തന്നിരിക്കുകയാണ്. അതിന് ഈ ഹോസ്പിറ്റലിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എൻ്റെ പേര് ബിന്ദു, ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു മാത്യു. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടാവുകയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്മിറ്റ് ആകാൻ സാധിച്ചത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം സിവിയർ സ്റ്റേജ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുമെന്ന് പോലും നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ന്യൂറോ സർജന്മാരായിട്ടുള്ള ഡോക്ടർ വിഷ്ണു, അതുപോലെ തന്നെ ഡോക്ടർ രാഹുൽ, ഡോക്ടർ ഫൈസൽ എന്നിറങ്ങിയ നല്ല വിദഗ്ധമായിട്ടുള്ളൊരു ടീമുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സർജറി ചെയ്യുകയും സ്കല്ലെടുത്ത് വയറ്റിൽ വെക്കുന്ന സർജറി ചെയ്യുകയും ചെയ്തു. പക്ഷേ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വെച്ചിട്ട് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെട്ട് അതിനുശേഷം ട്രക്കോസ്റ്റമി ട്യൂബ് ഇട്ട് അതിനുള്ള സർജറികൾ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എല്ലാവരും പറഞ്ഞു അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് നമ്മൾ സർജറി ചെയ്താലും കോമ സ്റ്റേജിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും എല്ലാത്തിൽ നിന്നും റിക്കവറായി അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഏകദേശം ഇപ്പം 3 മാസത്തോളം ഞങ്ങളിവിടെ അഡ്മിറ്റായിട്ട്. പക്ഷേ ഇവിടുത്തെ ന്യൂറോ സർജന്മാരുടെ, അതായത് വിഷ്ണു ഡോക്ടർ അടങ്ങിയ ടീം എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ദൈവിക കരസ്പർശം കൊണ്ടൊരു ടീം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പം എൻ്റെ വിശേഷനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവരോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോരുത്തരും, അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഇവിടുത്തെ എല്ലാവരും ഞങ്ങളോട് ഇത്രയും കാലം പെരുമാറിയത്. അതായത് നമ്മുടെ MD ആയിട്ടുള്ള നമ്മുടെ പപ്സ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ന്യൂറോ ICUയിലെ സിസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ 8th ഫ്ലോറിലെ സിസ്റ്റേഴ്സ്, അവരെല്ലാവരും നമ്മുടെ കുടുംബത്തെ പോലെ, നമ്മുടെ ഫാമിലിയെ പോലെയാണ് ഞങ്ങളെ കണ്ടത്. ഏതായാലും ഞങ്ങൾ ഈ 2 മാസം ഞങ്ങളുടെ വീട് പോലെ ഞങ്ങളിവിടെ ജീവിച്ചു. ഞങ്ങളുടെ എല്ലാ രീതിയിലും സപ്പോർട്ട്, സ്നേഹവും തന്ന് ഞങ്ങളുടെ വിചേട്ടൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എടുത്തു പറയാൻ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റായ ഷാനു സാറ്, അതുപോലെ അലൻ സാറ്, ജോയില്, അങ്ങനെ ഒരുപാട് പേര്, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടീമുണ്ട്. അവർ സ്വന്തം സഹോദരനോട് ചെയ്യുന്ന പോലെ തന്നെ അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ചേട്ടന് ഇത്രയും റിക്കവർ ആവാൻ സാധിച്ചത്. അതായത് നമ്മൾ ഓർക്കും ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച്, അല്ലെങ്കിൽ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജുള്ള ഒരാൾ രക്ഷപ്പെടത്തില്ല എന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും മരിച്ചെന്ന് വിധി എഴുതിയതാണ് അദ്ദേഹത്തെ. അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സൊക്കെ നമ്മൾ പല ഹോസ്പിറ്റലിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത സമയത്തും എല്ലാവരും പറഞ്ഞു ഒരിക്കലും അദ്ദേഹം അത് ജീവനിലേക്ക് തിരിച്ചു വരത്തില്ല, അഥവാ വന്നാൽ തന്നെ ഒരു കോമ സ്റ്റേജിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ജീവിക്കുന്ന ഒരു തെളിവായിട്ട്, അതായത് എൻ്റെ വിചാരനെ തിരിച്ചു തന്നിരിക്കുകയാണ്. അതിന് ഈ ഹോസ്പിറ്റലിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അത്രയ്ക്കും അതായത് ദൈവത്തിൻ്റെ കരസ്പർശം എന്ന് തന്നെ പറയാം. അതായത് ദൈവം ഇവരിലൂടെ വിശേഷനെ ജീവൻ രക്ഷിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി അതിന് വിസിറ്റർ ഡോക്ടറോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. അതുപോലെ ഓരോരുത്തരോടും, സ്റ്റാഫുകളോട്, ICUയിലെ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈവൻ കിച്ചണിലെ ആൾക്കാർ വരെ, നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരുന്ന കിച്ചണിലെ ആൾക്കാർ വരെ ഞങ്ങളോട് പ്രാർത്ഥനയും സ്നേഹവും എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര്, അതായത് ഈ സ്ഥാപനത്തിലുള്ള നമ്മൾ അറിഞ്ഞോ അറിയാതെയും വേറെ ഫ്ലോറിലുള്ളവർ വരെ, ഞങ്ങളെ സ്റ്റാഫുകൾ വരെ ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷനെ തിരിച്ചു തന്നതിനും വിശേഷൻ്റെ ജീവിതത്തിലേക്ക് മടക്കി തന്ന വിഷ്ണു ഡോക്ടർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചോളൂ.